നാട്ടുവിശേഷം ഒറ്റനോട്ടത്തിൽ. ആലുവ പാലസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അഡ്വക്കേറ്റ് ജനറൽ ദണ്ഡപാണിയും തമ്മിൽ രഹസ്യ കൂടിക്കാഴ്ച. മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി പരാമർശത്തിന് നിയമോപദേശം തേടിയതായിരുന്നു മുഖ്യമന്ത്രി എന്ന് സൂചന. NK പ്രേമചന്ദ്രൻ MP-യുടെ വസതിക്ക് നേരെയുണ്ടായ കല്ലേറിനെ മുഖ്യമന്ത്രി അപലപിച്ചു. ജനങ്ങളുടെ മുന്നിൽ CPIM മറുപടി പറയേണ്ടി വരുമെന്ന മുഖ്യമന്ത്രി. മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ അമല പോളിന്റെ വിവാഹ നിശ്ചയം ആലുവയിൽ നടന്നു. കാലവർഷമെത്തിയതോടെ ദേശീയപാതയിൽ കളമശ്ശേരിയിലെ മെട്രോ നിർമ്മാണം അപകടം ക്ഷണിച്ചു വരുത്തുന്നു. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അഡ്വക്കേറ്റ് ജനറൽ ദണ്ഡപാണിയുമായി ആലുവ പാലസിൽ രഹസ്യ ചർച്ച നടത്തി. മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി സർക്കാരിനെതിരെ നടത്തിയ പരാമർശങ്ങൾക്ക് കൊടുക്കേണ്ട മറുപടിക്കായുള്ള നിയമോപദേശം തേടുകയായിരുന്നു മുഖ്യമന്ത്രി എന്നാണ് സൂചന. ജാർഖണ്ഡിൽ നിന്നും ബംഗാളിൽ നിന്നും മറ്റും കുട്ടികളെ കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്ന സംഭവത്തിൽ കേരള സർക്കാരിനെതിരെ ഹൈക്കോടതി രൂക്ഷമായി പ്രതികരിച്ചിരുന്നു. മനുഷ്യക്കടത്ത് സംബന്ധിച്ച് സർക്കാർ കോടതിക്ക് നൽകേണ്ട മറുപടിയുടെ നിയമവശങ്ങൾ അറിയാനും മറുപടി തയ്യാറാക്കാനും വേണ്ടിയായിരിക്കും ആലുവ പാലസിലെ മുറിയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 20 മിനിറ്റോളം അഡ്വക്കേറ്റ് ജനറലുമായി ചർച്ച നടത്തിയത്. മാധ്യമ പ്രവർത്തകരെയും ഓഫീസ് സ്റ്റാഫിനെയോ മുറിയിൽ കയറ്റിയില്ല. ചർച്ച കഴിഞ്ഞു പുറത്തിറങ്ങിയ ദണ്ഡപാണി മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാതെ പെട്ടെന്ന് സ്ഥലം വിടുകയായിരുന്നു. കഴിഞ്ഞ ദിവസം പാലസിൽ വന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഇതേ വിഷയത്തിൽ മാധ്യമങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുകയായിരുന്നു. സംഭവം നടന്ന ഉടനെ മനുഷ്യക്കടത്തു തന്നെ എന്ന് സധൈര്യം പറയുവാൻ ധൈര്യം കാണിച്ച ചെന്നിത്തല മുസ്ലിം ലീഗിന്റെ എതിർപ്പ് കാരണമാകാം തുടർന്ന് മൗനം പാലിച്ചത്. പ്രേമചന്ദ്രൻ MP-യുടെ വസതിക്ക് നേരെ കല്ലേറും കയ്യേറ്റവും ശ്രമമുണ്ടായ സംഭവത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉത്കണ്ഠ രേഖപ്പെടുത്തി. അപലപനീയമായ ഈ കാടത്തത്തിന് CPM മറുപടി പറയേണ്ടി വരുമെന്നും അദ്ദേഹം തുറന്നടിച്ചു. ആലുവ പാലസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കേരളത്തിൽ കനത്ത ഭൂരിപക്ഷത്തിൽ വോട്ട് നേടി വിജയിച്ച ജനപ്രതിനിധിക്കെതിരെ സംസ്കാരശൂന്യമായ കാടത്തം കാണിച്ച CPIM ജനങ്ങളുടെ മുന്നിൽ മറുപടി പറയണമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ രാത്രിയിൽ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ സമീപമുള്ള വീടിന്റെ ചില്ലുകൾ കല്ലെറിൽ തകർന്നിരുന്നു. അഴിമതിയിൽ കുളിച്ച സോണിയയ്ക്കും കോൺഗ്രസ് മന്ത്രിമാർക്കും ഓശാന പാടുന്ന പ്രേമചന്ദ്രനെ കാലം മാപ്പു തരില്ല എന്നെഴുതിയ പോസ്റ്ററും പതിച്ചിരുന്നു. പ്രേമചന്ദ്രൻ വീട്ടിലുണ്ടായിരുന്നില്ല. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കായി ഡൽഹിയിലേക്ക് പോയിരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീഷണിയുള്ളതിനാൽ അദ്ദേഹത്തിന് സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ MP ഡൽഹിക്ക് പോയതിനാൽ പോലീസ് വസതിയിൽ നിന്നും പിരിഞ്ഞ സമയത്താണ് ആക്രമണം. ആക്രമികൾക്കെതിരെ കർശന നടപടികൾ എടുക്കാൻ ആഭ്യന്തര വകുപ്പിനോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുക്കപ്പെട്ട ഈ പ്രേമിയിൽ നിന്ന് എൻ്റെ വീടിന് നേരെ നടന്ന ശ്രമം അത് ഒരു വിധത്തിലും വിളിച്ചുപഠിപ്പിക്കാൻ പറ്റുന്നതല്ല. മാർക്സിസ്റ്റ് പാർട്ടി അതിനോട് പ്രതികരിക്കണം. എന്താണ് അവരുടെ അതിനോടുള്ള പ്രതികരണം എന്നുള്ളത് അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികളുണ്ടാകും, നിയമ നടപടികളുണ്ടാകും. മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ ചലച്ചിത്ര താരം അമല പോളിന്റെ വിവാഹ നിശ്ചയം ആലുവയിൽ നടന്നു. ആലുവ ചൂണ്ടിയിലെ 8 ഏക്കർ സെന്റ് ജൂഡ് ദേവാലയത്തിലാണ് അമല പോളിന്റെയും തമിഴ് ചലച്ചിത്ര സംവിധായകൻ AL വിജയിന്റെയും മനസ്സമ്മതം നടന്നത്. സെന്റ് ജൂഡ് പള്ളിയിൽ നടന്ന മനസ്സു ചോദ്യവും മോതിരം മാറലും ആശീർവദിക്കലിനും പള്ളി വികാരി ഫാദർ മൈക്കൽ തലക്കെട്ടി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിജയ് ഹിന്ദുവായതിനാൽ ക്രിസ്തീയ ആരാധന പ്രകാരമുള്ള കുർബാനയും മറ്റ് കർമ്മങ്ങളും ഉണ്ടായിരുന്നില്ല. മോതിരം മാറലിന് ശേഷമുള്ള കാഴ്ചവയ്പ് ശുശ്രൂഷയിൽ വധൂവരന്മാർക്കൊപ്പം ബന്ധുമിത്രാദികളും പങ്കുചേർന്നു. ഏകദേശം 20 മിനിറ്റിനുള്ളിൽ ദേവാലയ ചടങ്ങുകൾ പൂർത്തിയായി. ഡൽഹിയിൽ ഫാഷൻ ഡിസൈനറായ ഹിമാങ്ങി ഡിസൈൻ ചെയ്ത വെള്ള ഗൗണാണ് വിവാഹ നിശ്ചയ ചടങ്ങിൽ അമല പോൾ ധരിച്ചിരുന്നത്. പ്രശസ്ത തെന്നിന്ത്യൻ ചലച്ചിത്ര താരം വിക്രം, നടൻ കൃഷ്ണകുമാർ, സംവിധായകൻ ലാൽ ജോസ്, ചലച്ചിത്ര താരങ്ങളായ അനുഷ്ക ഷെട്ടി, ശരണ്യ തുടങ്ങി ചലച്ചിത്ര രംഗത്തെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് ചൂണ്ടി സെന്റ് ജൂഡ് പള്ളിയിൽ നടന്ന വിവാഹ നിശ്ചയ ചടങ്ങിൽ പങ്കെടുത്തത്. ദേവാലയത്തിലെ ചടങ്ങുകൾക്ക് ശേഷം വെളിയിലെത്തിയ വധൂവരന്മാർ പള്ളി അങ്കണത്തിൽ മാധ്യമ പ്രവർത്തകർക്കായി കുറച്ചു സമയം ചെലവഴിച്ചു. വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കുവാനെത്തിയ എല്ലാവർക്കും പ്രതിശ്രുത വരനോടൊപ്പം ചേർന്ന് അമല പോൾ പ്രത്യേകം നന്ദി പറഞ്ഞു. സിനിമാ രംഗത്തെത്തിയിട്ട് കുറച്ചു കാലമായുള്ളൂവെങ്കിലും വിവിധ ഭാഷകളിലായി 25 ചിത്രങ്ങളിൽ അധികം അമല അഭിനയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കുറച്ച് ചിത്രങ്ങൾക്ക് കൂടി കരാറുണ്ടെന്നും ആ ചിത്രങ്ങൾ പൂർത്തിയായാൽ തൽക്കാലത്തേക്ക് അഭിനയ രംഗത്ത് നിന്ന് പിന്മാറുമെന്നും അമല പോൾ പറഞ്ഞു. ദേവാലയത്തിലെ ചടങ്ങുകൾക്ക് ശേഷം നെടുമ്പാശ്ശേരി സിയാൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന വിവാഹ നിശ്ചയ സൽക്കാരത്തിൽ രാഷ്ട്രീയ ചലച്ചിത്ര രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്തു.
ജൂൺ 12-ന് ചെന്നൈയിൽ വെച്ചാണ് വിവാഹം നടക്കുന്നത്. ഹിന്ദുമത ആചാരപ്രകാരമായിരിക്കും വിവാഹ ചടങ്ങുകൾ. വിവാഹത്തിന് ലഭിക്കുന്ന സമ്മാനങ്ങൾ ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാനാണ് ഉദ്ദേശിക്കുന്നതെന്നും അമല പോൾ പറഞ്ഞു. കാലവർഷം എത്തിയതോടെ ദേശീയപാതയിൽ കളമശ്ശേരി ഭാഗത്തെ മെട്രോ നിർമ്മാണം അപകടം വരുത്തിവെക്കുന്നു. സൗത്ത് കളമശ്ശേരി ചങ്ങമ്പുഴ നഗറിന് മുൻവശം റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം വീട്ടമ്മ ഓട്ടോറിക്ഷ ഇടിച്ച് ദാരുണമായി മരണമടഞ്ഞിരുന്നു. മെട്രോ നിർമ്മാണത്തിനായി റോഡിൽ കെട്ടിയിട്ടുള്ള ബാരിക്കേഡിനടിയിലൂടെ റോഡ് മുറിച്ചു കടക്കുന്നത് അപകടം ക്ഷണിച്ചു വരുത്തുന്നു. ചങ്ങമ്പുഴ നഗർ ഭാഗത്ത് റോഡിൽ പൈലിംഗ് ജോലി നടക്കുന്നതിനാൽ ഇരുവശത്തു നിന്നും കടന്നുവരുന്ന വാഹനങ്ങളുടെ ശബ്ദം കേൾക്കാതെ റോഡിലേക്ക് ഇറങ്ങുന്നതാണ് അപകടത്തിന് പ്രധാന കാരണം. റോഡിന് നടുവിൽ ഇരുഭാഗത്തുമായി സ്ഥാപിച്ചിരിക്കുന്ന ബാരിക്കേഡുകൾ മൂലം റോഡിലൂടെ വാഹനങ്ങൾ കടന്നു വരുന്നത് കാൽനട യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടില്ല. കുസാറ്റ് സിഗ്നൽ ജംഗ്ഷനിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല. ഇവിടെ റോഡിൽ നിന്നും വളരെ അകലെയാണ് ട്രാഫിക് സിഗ്നലുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. വാഹനങ്ങൾ റോഡിന് നടുവിലെത്തുമ്പോഴേക്കും സിഗ്നൽ മാറിയിരിക്കും. ഇത് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുവാൻ ഇടയാകുന്നു. മഴക്കാലമായതോടെ ഇക്കാര്യത്തിൽ മെട്രോ അധികൃതരുടെ ശ്രദ്ധ അടിയന്തരമായി പതിയേണ്ടിയിരിക്കുന്നുവെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ആലുവ അശോകപുരത്തെ പൊതുശ്മശാനം നവീകരിക്കുമെന്ന് അൻവർ സാദത്ത് MLA. അജ്ഞാത ജഡങ്ങൾ മറവു ചെയ്യുന്ന ശ്മശാനം ഭൂരിഭാഗം പാറയായതിനാൽ മഴ പെയ്യുമ്പോൾ കുഴിച്ചിട്ട ശവങ്ങൾ മണ്ണിന് പുറത്തു വരുന്നതായി പരാതി ഉയർന്നിരുന്നു. നഗരസഭയുടെ മേൽനോട്ടത്തിൽ മണ്ണടിച്ച് ഉയർത്തുവാനാണ് പദ്ധതി. അശോകപുരം എന്നേട് റൂട്ടിൽ റോഡരിയിലായി സ്ഥിതി ചെയ്യുന്ന ശ്മശാനത്തിനെതിരെ നാട്ടുകാരുടെ പരാതിക്ക് ദീർഘനാളത്തെ പഴക്കമുണ്ട്. ഗേറ്റിന് മുന്നിലായി അല്പം മാത്രം മണ്ണുള്ള ഭാഗത്താണ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പോളിത്തീൻ കവറിലാക്കിയ ശവശരീരങ്ങൾ കുഴിച്ചിടാറുള്ളത്. അവകാശികൾ എത്തിയാൽ തെരഞ്ഞെടുക്കേണ്ടി വരാറുള്ളതിനാൽ അധികം താഴ്ത്താതെയാണ് മറവു ചെയ്തിരുന്നത്. കഴിഞ്ഞ മാസം മറവു ചെയ്ത 2 മൃതദേഹങ്ങൾ മണ്ണിന് പുറത്തായത് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. അൻവർ സാദത്ത് MLA ഇടപെട്ട ശവക്കോട്ടയിൽ മണ്ണ് നിറയ്ക്കുവാനും ചുറ്റുമതിൽ ഉയർത്തിക്കെട്ടാനും നടപടി സ്വീകരിച്ചു. നവീകരണത്തിൽ വരുന്ന സാമ്പത്തിക ചെലവ് നഗരസഭ വഹിക്കുമെന്നും MLA വ്യക്തമാക്കി. ശ്മശാനത്തിന്റെ ഗേറ്റ് താഴിട്ട് പൂട്ടാനും കാടുകൾ വെട്ടിത്തിളച്ച് ശുചിയാക്കാനും തീരുമാനമായിട്ടുണ്ട്. ആലുവ പരിസരത്ത് മരണം സംഭവിക്കുന്ന അജ്ഞാതരുടെ ശവശരീരങ്ങളാണ് മോർച്ചറിയിൽ സൂക്ഷിച്ച ശേഷം അവകാശികൾ എത്താതിരുന്നാൽ ഇവിടെ കൊണ്ടുവന്ന് മറവ് ചെയ്യാറുള്ളത്. ചുണ്ടക്കര പഞ്ചായത്ത് പ്രദേശത്ത് ആലുവ മുനിസിപ്പാലിറ്റിയിൽ ശ്മശാനമുണ്ട്. അപ്പൊ അവിടെ ഈ അനാഥ മൃതദേഹങ്ങളാണ് അവിടെ കൂടുതലും മറവ് ചെയ്യുന്നത് പോലീസ്, അതുപോലെ മറ്റുള്ള ആളുകൾ. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടും അവർ വേണ്ട രീതിയിലുള്ള കല്ലറകളില്ലാത്തതുകൊണ്ട്, അതായത് മൃഗങ്ങൾ മറവ് ചെയ്യാനുള്ള വേണ്ട സജ്ജീകരണമില്ലാത്തതുകൊണ്ട് പലപ്പോഴും ബോഡികൾ യഥാസമയത്ത് കറക്റ്റായിട്ട് കുഴിച്ചിരുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഈ ബോഡി പുറത്തെടുത്ത് പട്ടികളടക്കമുള്ള ആളുകൾ പട്ടികൾ വലിച്ചെടുത്ത് ബോഡികൾ പുറത്തേക്ക് ഇടുകയും അങ്ങനെ ഒത്തിരി ആക്ഷേപങ്ങൾ അവിടെ ജനങ്ങളുടെ ഭാഗത്തുണ്ട്. അപ്പോൾ ഞാൻ 1-2 റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ മീറ്റിങ്ങിനും പല മീറ്റിങ്ങും ചെന്നപ്പോൾ അവിടുത്തെ തൊട്ടടുത്തുള്ള മത്സ്യത്തോട് തെറ്റിച്ച് അതോടെ പ്രകാശവാസികൾ അവിടുത്തെ മെമ്പർമാരൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഒരു യോഗം വിളിച്ചത്. അവിടുത്തെ 2 പഞ്ചായത്തിലെ മെമ്പർമാർ, അതുപോലെ തന്നെ മറ്റുള്ള ജനപ്രതിനിധികൾ, അടുത്തുള്ള മീറ്റിംഗ് വിളിച്ചത് പാലത്തിൽ വെച്ച്. അപ്പോൾ അതിനകത്ത് വെച്ചൊരു തീരുമാനം എടുത്തിരിക്കുന്നത് ഇപ്പോൾ അതിനകത്ത് വലിയൊരു കുഴിയാണ് ആ ശ്മശാനത്തിനാണ്. ആ കുഴിയിൽ മണ്ണിട്ട് ചെയ്യാനും അതോടൊപ്പം തന്നെ ആലുവ മുനിസിപ്പാലിറ്റി വളരെ നല്ല രീതിയിൽ തന്നെ ചെയർമാൻ അതിൽ പോസിറ്റീവായുള്ള ഒരു സമീപനം എടുത്തത്. ചെയർമാൻ അവിടെ അതിന് വലിയൊരു ഗേറ്റ് വെക്കാനും അതുപോലെ തന്നെ കമ്പി വേലിയിലെത്തി അതിനൊക്കെ വേസ്റ്റുകൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇടാറുണ്ട്, ഈ മാലിന്യങ്ങൾ. അപ്പോൾ അതൊക്കെ ആയിരിക്കും കമ്പി വേലി കെട്ടാനും ഗേറ്റ് ഉണ്ടാക്കുവാനും അടച്ചുറപ്പുള്ള ഗേറ്റ് ഉണ്ടാക്കുവാനും ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയ സോഷ്യൽ മീഡിയയായ ഫേസ്ബുക്കിലും ലൈംഗിക അതിപ്രസരം നിറഞ്ഞ അക്കൗണ്ടുകൾ. കൂടുതലും കൊച്ചി, കൊല്ലം, തിരുവനന്തപുരം, പാലക്കാട് മേഖലകളിൽ നിന്നുള്ള അക്കൗണ്ടുകളാണ്. ഇന്ന് ഫേസ്ബുക്ക് അക്കൗണ്ടിന് ഒരു മാന്യതയുടെ പരിവേഷമാണ് നൽകി വരുന്നത്. സ്കൂളുകളിൽ നിന്നും മറ്റ് ഏജൻസികൾ വഴിയും കുട്ടികൾക്ക് സൗജന്യമായ കമ്പ്യൂട്ടറുകളും ലഭ്യമായി കഴിഞ്ഞു. നെറ്റ് കഫേയിലായാലും വീട്ടിലായാലും കുട്ടികൾ ഏറ്റവും തിരയുന്നതും ലൈക്ക് ചെയ്യുന്നതും ഫേസ്ബുക്ക് അക്കൗണ്ടുകളിലാണ്. എന്നാൽ നാം ക്ഷണിക്കാതെ തന്നെ കടന്നുവരുന്ന സൗഹൃദ അക്കൗണ്ടുകളാണ് വില്ലന്മാർ. ഈ അക്കൗണ്ടുകൾ ലൈക്ക് ചെയ്താലും ഇല്ലെങ്കിലും ഇവരുടെ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്യുന്നത് എന്തും കാണാൻ നമുക്ക് സാധിക്കും എന്നതാണ് ഏറെ വിചിത്രം. എല്ലാ ഭാഷകളിലും അക്കൗണ്ട് തുറക്കാമെന്നതിനാൽ ലൈംഗിക തീവ്രത മുറ്റിയ കഥകൾ വരെ ഇതിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. സ്വന്തം മാതാവിനെ പോലും വെറുതെ വിടാത്ത ഇക്കൂട്ടർ അമ്മമാരുടെ ശരീര വർണ്ണനകളിലൂടെയും കഥകളിലൂടെയും കുട്ടികളിൽ ലൈംഗിക വൈകൃതം കുത്തിനിറയ്ക്കുന്നു. മിക്ക ലൈംഗിക അക്കൗണ്ടുകളുടെയും പ്രൊഫൈൽ നാമങ്ങൾ പേരുകൾ ഇരട്ടിപ്പിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അച്ചു അച്ചു, അമ്മു അമ്മു, ബിനു ബിനു തുടങ്ങി മലയാളിത്തമുള്ള നാമങ്ങൾ. കൂടുതൽ അക്കൗണ്ടുകളും 1 വർഷം മുമ്പേ തുടങ്ങിയവയാണ്.
എന്നിട്ടും ഈ അക്കൗണ്ടുകൾ മരവിപ്പിക്കാനോ ഫേസ്ബുക്കിൽ നിന്നും ഈ വൈകൃതങ്ങളെ പുറത്തു കളയാനോ അധികൃതർ ശ്രദ്ധ വെച്ചിട്ടില്ല. പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും നഗ്ന ചിത്രങ്ങൾ അവരറിയാതെ പോസ്റ്റ് ചെയ്യുന്നതിലൂടെ സ്ത്രീയെ മോശക്കാരിയായി ചിത്രീകരിക്കുന്ന ഈ അക്കൗണ്ടുകൾ പോലീസ് മേധാവികളോ സൈബർ സെല്ലോ ഇനിയും കണ്ടെത്തിയിട്ടില്ലെന്നോ. കേരളത്തിലെ വിവിധ ഫ്ളാറ്റുകളും വീടുകളും കേന്ദ്രീകരിച്ച് വൻ തിമിംഗലങ്ങളുടെ സഹായത്തോടെ ഗ്രാമീണ പെൺകുട്ടികളെ ചതിച്ചു കൊണ്ടുവന്ന ലൈംഗിക കേളികളും പേക്കൂത്തുകളും നടത്തി ഇവരുടെ വീഡിയോ ക്ലിപ്പിംഗുകൾ വരെ ഫേസ്ബുക്കിൽ എത്തിയിരിക്കുന്നു. നേരത്തെ ഓർക്കൂട്ടിലും യൂട്യൂബിലും ഇതേപോലുള്ള ക്ലിപ്പിംഗുകൾ അപ്ലോഡ് ചെയ്തിരുന്നു. ഈ അക്കൗണ്ടുകളിൽ കയറുന്നവരെ ഒരു മാസത്തേക്ക് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യും. വേലി തന്നെ വിളവ് തിന്നുന്നു. ഒരു വർഷത്തിലേറെയായി നൂറുകണക്കിന് ഫേക്ക് അക്കൗണ്ടുകളിലൂടെ ലൈംഗിക വൈകൃതങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളും ഫേസ്ബുക്കിൽ നിറഞ്ഞിട്ടും ഇത് കണ്ടില്ലെന്ന് നടിക്കുന്നവർ ഒന്നോർക്കുക. ലൈംഗിക പീഡനം വെറും തുടർക്കഥ മാത്രമായി ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ മാറുമ്പോൾ പൊതുജനം ആശയവിനിമയത്തിനായി ആശ്രയിക്കുന്ന ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയകളിൽ നിന്നും സ്വയം വിരമിക്കൽ നടത്തുക. നാളെ നിങ്ങളുടെ സഹോദരിയുടെയോ ഭാര്യയുടെയോ മകളുടെയോ പേരിൽ ഒരു ലൈംഗിക അക്കൗണ്ട് തുറക്കപ്പെട്ടേക്കാം. കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിൽ തൃക്കാക്കര ഭാരത് മാതാ കോളേജിന് സമീപം വെച്ച് ശനിയാഴ്ച രാവിലെ 3 വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചു. ആർക്കും പരിക്കില്ല. വൻ ദുരന്തം ഒഴിവായി. രാവിലെ 9:30യോടെയാണ് സംഭവം. കാക്കനാട് ജംഗ്ഷൻ ഭാഗത്തു നിന്നും വരികയായിരുന്ന 3 കാറുകളാണ് കൂട്ടിയിടിച്ചത്. പെരുമഴയത്ത് മുന്നേ പോയ കാർ റോഡിൽ നിന്നും തെന്നി മാറിയതാണ് പിന്നിൽ വേഗതയിൽ വന്ന കാറുകൾ ഇടിക്കുവാൻ കാരണമായത്. റോഡിൽ തിരക്കുള്ള സമയത്തായിരുന്നു സംഭവം നടന്നത്. സീപോർട്ട് എയർപോർട്ട് റോഡ് 4-വരിപ്പാതയാക്കുന്നതിനുള്ള പണി നടന്നു വരുന്നത് മൂലം വൻ ഗതാഗത കുരുക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. പോലീസ് കൺട്രോൾ റൂമിൽ നിന്നും പോലീസുകാരെത്തി വാഹനങ്ങൾ റോഡിൽ നിന്നും നീക്കം ചെയ്തു. മഴക്കുളിരിൽ ഭൂമിക്ക് പച്ചപ്പിന്റെ കുടയൊരുക്കുവാൻ മലയാള മനോരമയും സംസ്ഥാന വനം വകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന ഭൂമിക്കൊരു കുട പദ്ധതിയുടെ വൃക്ഷത്തൈ വിതരണം ആലുവ സെന്റ് ജോൺസ് ഹൈസ്കൂളിൽ അൻവർ സാദത്ത് MLA ഉദ്ഘാടനം ചെയ്തു. മലയാള മനോരമ ഓഫീസിൽ മുൻകൂട്ടി പേരുകൾ രജിസ്റ്റർ ചെയ്തവർക്കാണ് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തത്. എറണാകുളം ജില്ലയിൽ 7 കേന്ദ്രങ്ങളിൽ രാവിലെ മുതൽ ഉച്ചവരെയായിരുന്നു വിതരണം. ആലുവ സെന്റ് ജോൺസ് ദി ബാപ്റ്റിസ്റ്റ് ഹൈസ്കൂളിൽ നടന്ന ഭൂമിക്കൊരു കുട പദ്ധതിയിൽ അൻവർ സാദത്ത് MLA കുട്ടമശ്ശേരി കുഴിക്കാട്ട് റഫീഖ് അബ്ദുൽ കരീമിനാണ് വൃക്ഷത്തൈ സമ്മാനിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. നഗരസഭാ അധ്യക്ഷൻ MT ജേക്കബ്, ഫാസിൽ ഹുസൈൻ, മലയാള മനോരമയുടെ ഫിനാൻസ് മാനേജർ രാജൻ ജോൺ, സെന്റ് ജോൺസ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ, തൈകൾക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്തവർ ചടങ്ങിൽ സംബന്ധിച്ചു. സംസ്ഥാന വനം വകുപ്പിന്റെ നഴ്സറിയിൽ നിന്നുള്ള തൈകളാണ് വിതരണം ചെയ്തത്. 4 വർഷം മുമ്പ് ആരംഭിച്ച ഭൂമിക്കൊരു കുട പദ്ധതിയിലൂടെ ഇതിനകം സംസ്ഥാനമൊട്ടാകെ 35 ലക്ഷം വൃക്ഷ തൈകൾ വിതരണം ചെയ്തു കഴിഞ്ഞു. പദ്ധതി ലിംഗ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിലും ഇടം പിടിച്ചിട്ടുണ്ട്. മലയാള മനോരമയും സംസ്ഥാന വനവകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഭൂമിക്കൊരു കുട എന്ന ഈ പദ്ധതി എല്ലാ വർഷവും ഈ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ എമ്പാടും നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പുതിയ തലമുറയ്ക്ക് ഈ മനോരമ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പദ്ധതി വലിയൊരു അവയർനെസ് ഉണ്ടാക്കാം. അവരെ കൂടുതൽ പരിസ്ഥിതിയോട് അടുപ്പിക്കാനും നമുക്ക് അനുഗ്രഹിച്ചു തന്ന ഈ പരിസ്ഥിതി വരുന്ന തലമുറക്ക് ഇപ്പോൾ നിലനിൽക്കുന്ന ഈ പരിസ്ഥിതി സ്വാഭാവികമായി നമുക്കറിയാം. ഈ പരിസ്ഥിതിയെ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ നമ്മളൊക്കെ അതിന് കോട്ടം പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് നിലവിലുള്ള ഈ പരിസ്ഥിതി, ഈ പ്രകൃതിയെ സംരക്ഷിച്ച് മറ്റ് വരുന്ന പുതിയ തലമുറക്ക് കൈമാറേണ്ട ബാധ്യതയെക്കുറിച്ച് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ബൃഹത് പദ്ധതികൾ വരുമ്പോൾ പുതിയ തലമുറക്ക് വലിയ അവയർനെസ് ഉണ്ടാകും. ഏലൂർ ഫാക്ട് ഹെഡ് ഓഫീസിന് മുമ്പിലെ അനിശ്ചിതകാല സമരം തുടരുന്നു. സമരം 228 ദിവസത്തിലേക്ക് കടന്നു. ഫാക്ട് ഓഫീസേഴ്സ് ഫെഡറേഷനിലെ ഹരോൾഡ് നിക്കോൾസ് ആണ് ഉപവാസം അനുഷ്ഠിച്ചത്. ഫാക്ട് ഓഫീസേഴ്സ് ഫെഡറേഷൻ സെക്രട്ടറി ജേക്കബ് ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. കോതാട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ബോർഡ് അംഗം സുരാജ്, ഫാക്ട് ഓഫീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കോയ സുബ്ബറെഡ്ഡി, മുൻ MP K ചന്ദ്രപിള്ള, ഫാക്ട് എംപ്ലോയീസ് ഓർഗനൈസേഷൻ BMS ജനറൽ സെക്രട്ടറി R സജികുമാർ തുടങ്ങിയവർ സമരപ്പന്തലെത്തി അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. വിവാഹത്തിന് കഴിയില്ല എന്നുള്ളതിന്റെ സൂചനയാണ് ഈ മഴയത്തും ഇത്രയധികം തൊഴിലാളി സുഹൃത്തുക്കളും അതേപോലെ തന്നെ ഓഫീസർമാരും ഈ സമരമുഖത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകപ്പെട്ട SRCTയുടെ റിലീഫ് പാക്കേജ് ഈ ഗവൺമെന്റിന്റെ 100 ദിന കർമ്മപരിപാടികൾ ഉൾപ്പെടുത്തി എത്രയും പെട്ടെന്ന് SRCTകൾ അടഞ്ഞുകിടക്കുന്ന പ്ലാന്റുകൾ പുനരുജ്ജീവിപ്പിക്കുന്നതിനും അതുപോലെ
FICT മുന്നോട്ട് വെച്ചിട്ടുള്ള മറ്റ് പ്രതിസ്ഥാന പ്രവർത്തികളുമായി മുന്നോട്ട് പോകുന്നതിനും നാട്ടുവിശേഷം ഒറ്റനോട്ടത്തിൽ ആലുവ പാലത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അഡ്വക്കേറ്റ് ജനറൽ ദണ്ഡപാണിയും തമ്മിൽ രഹസ്യ കൂടിക്കാഴ്ച. മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി പരാമർശത്തിന് നിയമോപദേശം തേടിയതായിരുന്നു മുഖ്യമന്ത്രി എന്ന് സൂചന. NK പ്രേമചന്ദ്രൻ MP-യുടെ വസതിക്ക് നേരെയുണ്ടായ കല്ലേറിനെ മുഖ്യമന്ത്രി അപലപിച്ചു. ജനങ്ങളുടെ മുന്നിൽ CPIM മറുപടി പറയേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി. മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ അമല പോളിന്റെ വിവാഹ നിശ്ചയം ആലുവയിൽ നടന്നു. കാലവർഷം എത്തിയതോടെ ദേശീയപാതയിൽ കളമശ്ശേരിയിലെ മെട്രോ നിർമ്മാണം അപകടം ക്ഷണിച്ചു വരുത്തുന്നു.